ഓ, നിന്റെ ഷിബുവായിട്ടല്ലേ ചോദിക്കുന്നേ? ഒരു ഫോട്ടോ അയക്ക്. എഫ്തായി ബട്ട് നീ എങ്ങനെ ട്രിപ്പാ? ട്രിപ്പ് അത് മാത്രമല്ല ഞാൻ ഇപ്പൊ അമ്മയെ വിളിച്ചതിന് ശേഷം അപ്പോഴാ അമ്മ പറഞ്ഞ ചേട്ടൻ കൊച്ചിയിലുണ്ടെന്ന്. പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങോട്ട് വരാന്ന്. പോരാത്തതിന് ഞാൻ ഇവിടുത്തെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും PP ആണ് പോസ്റ്റ് വിട്ടേക്കുന്നത്. അതുകൊണ്ട് ഞാൻ PP ചോദിച്ചു, PP പറഞ്ഞ് ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന്. കുറച്ച് ദിവസമായി ഞാൻ കൊച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ് ഇപ്പൊ ലീവ്, IB ലീവല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പല പല പ്ലേസുകൾ വിസിറ്റ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും വരാടാ നിന്റെ കൂടെ. എൻ്റെ കൂടെ പിള്ളേരുണ്ട്. അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാനേ കുറച്ച് ഫുഡ് ബ്ലോഗ് നോക്കുന്നുണ്ട്. നിനക്ക് യൂട്യൂബ് ചാനലുണ്ടോ? പിന്നെ ഈറ്റ് വിത്ത് ബോണി ആൻഡ് കോ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. പക്ഷെ സംഭവം സെറ്റ് ആവും. ഞാൻ ചേട്ടനോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതായത് ചേട്ടാ, എനിക്ക് നല്ലൊരു ക്യാമറയും ലൈറ്റും വാങ്ങാനായിട്ട് ചേട്ടൻ കുറച്ച് പൈസ തരണമായിരുന്നു. അല്ല, യൂട്യൂബിന്റെ റവന്യൂ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ തിരിച്ചുതരാം. പക്ഷെ ക്യാമറയേക്കാൾ നല്ലത് ഐഫോണാന്ന് തോന്നുന്നു. ഈ iPhone 60 Pro Max ഒക്കെ ഉണ്ടെങ്കിലേ വീഡിയോയും എഡിറ്റൊക്കെ പൊളിക്കും. നടക്കല്ല മോനെ, ഒരു പരിപാടി നടക്കല്ല കേട്ടോ. ചേട്ടാ ഇപ്പൊ ഇല്ല, തൽക്കാലം ഇല്ല, വേണ്ട. നമുക്ക് വീഡിയോ ഇത് റെന്റിനെടുക്കാം ക്യാമറ. അതിന്റെ ക്യാഷ് തന്നാൽ മതി ചേട്ടാ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എനിക്കറിയായിരുന്നു ചേട്ടാ. എനിക്കെന്താ പണി നിനക്കറിയാം? നിനക്കെന്താ പണി? ഇല്ലല്ലോ, അതല്ലേ പറഞ്ഞ 5 പൈസ എടുക്കാൻ. പോയി പണ്ടാരം. എടാ മോനെ ബോണി, എന്ത് ചെയ്താടാ ഒന്ന് വൈറലാകാൻ പറ്റുക? ഒരു ടാസ്ക് ആണ്. നേരത്തെ ആണെങ്കിൽ ആ വനിതയുടെ ഫ്രണ്ടിൽ പോയിട്ട് മലയാള സിനിമയില് അങ്ങനത്തെ സ്റ്റെപ്പ് ഇട്ടാ മതിയായിരുന്നു. ഇപ്പൊ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ. ഇനിയിപ്പോ ഇവന്റെ ഐഡിയ കിട്ടാത്ത കുറവുള്ളൂ നിനക്ക്. നീ ഇങ്ങനെ മുണ്ട് കൊടുത്ത് വലിയേട്ടം കളിച്ചാണോ? എടാ, യൂത്തിന്റെ വൈബ് പിടിക്കണം. മൊത്തത്തിൽ റേഞ്ച് ഒന്ന് മാറ്റി പിടിക്കണം. ഈ സാധാരണക്കാർ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല. മൊത്തത്തിലൊരു മാക്സ്ട്രീം. ഫോർ ചേട്ടനൊന്നും ഇതിൽ മുണ്ട് കൊടുത്തോണ്ടല്ലേ നടക്കുന്നേ. ഒരു ദിവസം മുണ്ടില്ല ചട്ടിപ്പുറത്ത് മെട്രോയിൽ കല്ലൂർ വരെ പോയിട്ട് വരട്ടെ. ചേട്ടൻ വേണ്ടെന്നാ PPക്ക് ഇത് പറ്റും. അതല്ലടാ മോനെ, വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് എന്തെങ്കിലും. ഡീസൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഒരു 1,00,000 രൂപയുടെ ചില്ലറ ഉണ്ടാവുമോ? ഓരോ രൂപയാക്കി ബാങ്കിൽ കൊണ്ട് കൊടുത്ത് അക്കൗണ്ടിൽ അടിക്കണം. പറ്റുമോ? എന്നാൽ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. നല്ല തെറി പറയാൻ പറ്റുമോ? യു ആർ അപ്പോയിന്റഡ്. പക്ഷെ എന്നെ തെറി വിളിക്കാനല്ല പറഞ്ഞത്, അതെല്ലാവർക്കും പറ്റും. ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും തെറി വിളിക്കാൻ പറ്റുമോ? ഫോർ പ്രധാനമന്ത്രിയോ അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെങ്കിലും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ റിച്ച് ആവും. നല്ല പോലീസ് സ്റ്റേഷൻ കിഡ്നി പണയം വെച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്. നീ പിടിച്ചോ ഇതൊക്കെ? എടാ മോനെ, നീ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി പറയാൻ പറ്റുമോ? അതായത് ആൾക്കാർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം. കിട്ടി. ചാരിറ്റി. വൺ റീച്ച് കിട്ടുന്ന ഐറ്റമാണ്. റീച്ച് മാത്രമല്ല, PP പറഞ്ഞ പോലെ സ്നേഹവും പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് കാശും കിട്ടും. 5 പൈസ കയ്യിലൊന്നും തീറ്റയ്ക്ക് ഒരു കുറവില്ല. സംഭവം സിമ്പിളാ. നിങ്ങൾ വന്ന് ഇരിക്കും, ഞാൻ പറയാം. നിങ്ങൾ ഇരിക്കുന്നേ, ഞാൻ പറയാന്നേ. അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ റോട്ടിൽ പിച്ചക്കാരെ കിട്ടുന്ന സ്ഥലമില്ലേ, അവിടെ കൊണ്ടുപോയി ക്യാമറ സെറ്റ് ചെയ്യണം. നമ്മൾ ഷൂട്ട് ചെയ്യുന്നിട്ട് നമ്മൾ ഈ പിച്ചക്കാരെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്കുള്ള ഫുഡും ഡ്രസ്സും ഇതൊക്കെ വന്നിട്ട് കുറച്ച് കാശ് കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് കാശുകളുള്ള പരിപാടിയാ. അത് മാത്രമല്ല, നമ്മൾ PR ടീമിനോട് ഈ വീഡിയോ റീച്ച് ചെയ്യും. ഇത് നമുക്ക് പറ്റൂന്ന് ചേട്ടാ. ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറെ ഏത് ഐഡിയ കിട്ടാനാ? ഇത് നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ ചെയ്യുന്നത്. ഇനി പിച്ചക്കാരെ എവിടെ കിട്ടും? അതോടെ ഞാൻ സെറ്റ് ആയിക്കോളാം. അല്ല, സെറ്റാക്കാം. സെറ്റാക്കാൻ നമ്മൾ രാവിലെ 9 മണിക്ക് ജംഗ്ഷനിൽ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാർ. ഓഹോ, എന്നാ പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടെ. നമ്മുടെ റൂം എവിടെ ഏട്ടാ? നമ്മുടെ റൂമോ? എടാ മോനെ, നീ ആ റൈറ്റ് സൈഡിലുള്ള റൂമിൽ കയറി ഫ്രഷ് ആണ്.
ഓക്കെ. ഫ്രഷ് ആയിട്ടോ. ഇല്ല, നീ ഒരു 9 മണിയാകുമ്പോഴേ ഒരു പിച്ചക്കാരനായിട്ട് നമ്മുടെ ജംഗ്ഷനിലോട്ട് വാ. എടാ ഞാൻ എഴുന്നേക്കുമ്പോ തന്നെ 12 മണിയാവും. ഇവരെ ഞാൻ ചേട്ടനെ ഞാൻ പൊട്ടനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചേക്കുവാ. പിച്ചക്കാരന്റെ എടാ ലുക്ക് എനിക്ക് കിട്ടത്തില്ല. വരാൻ മടിയാണ് ഞാൻ ജിമ്മിനെ വിളിക്കും. കുറച്ച് പൈസ കിട്ടുന്ന പരിപാടിയാ. എടാ ക്ഷമിച്ച് വിളിക്കണ്ട, ഞാൻ തന്നെ വരാം. ആ ശരി, വന്നാൽ ഞാൻ അന്നത്തേക്ക് അവരെ കൊണ്ട് അവിടെ വരാം. ഓക്കെ. നമ്മൾ കറക്റ്റ് സമയത്തല്ലേ? എവിടാടാ ഇതൊക്കെ? വരും. എടാ അത് നോക്കിയടാ, നല്ല ആപ്പിളാന്ന് തോന്നുന്നു. എല്ലാ ആപ്പിളും ആപ്പിൾ മേടിച്ചാ നല്ലതായിരിക്കും. എന്തുവാടാ സമയം ഒരു ഞാനേ വേറെ ഇവിടുന്ന് ഒരു ആംഗിൾ വെച്ച് നോക്കാം. എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്കടേ. എന്റെ PP അങ്ങോട്ടൊക്കെ നോക്കാം. ആൾക്കാർ വരും, അവിടെ ശ്രദ്ധിക്കും. വെറുതെ സമയം ഒരു പിച്ചക്കാർക്ക് വരെ ഈ നാട്ടിൽ എന്ത് ചെയ്യാ? ഒരു പിച്ചക്കാരൻ നമ്മളെ വൈറലാക്കാമെന്ന വൈറൽ ദേവൻ ഭഗവാനെ. മാറി നിൽക്കടാ, അവിടെ നിന്ന് നിൽക്കടാ. എടാ എന്റെ മോന്ത കാണണം. എന്റെ ബാലഗോപാലനെ ശരിക്കും തുറന്നു, ശരിക്കും തുറന്നു, ശരിക്കും തുറന്നു. കേട്ടടാ അങ്ങോട്ട്. നല്ല സ്വന്തമായിട്ടൊന്നേ ചിരിച്ചേ, നല്ല ചിരിച്ചേ. പഴയ എമ്മോ എമ്മോ അല്ല മട്ടൻ ബിരിയാണി ആയിരിക്കും. എമ്മോ അയ്യോ എന്ത് ചിക്കൻ ബിരിയാണി എന്ത് ആരും കാണാതെ അതെ ഞങ്ങൾ കൊടുക്കുവാണേ. ബിന്നിയുടെയും ഷിബുവിന്റെയും വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറുന്നു. മലയാളികൾക്കേറെ അഭിമാനിക്കാവുന്ന നിങ്ങളാണോ സച്ചിൻ ദാമോദരന്റെ വീഡിയോ എടുത്തത്? ഞങ്ങളല്ല. അതെ ഞങ്ങളാണ്, ഞങ്ങള് തന്നെയാണ്. പിന്നെ ഞാനാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. DADX കിടന്ന എന്റെ മകനെ വിളിച്ച് കഞ്ചാവ് മേടിച്ചു കൊടുത്ത് ആ വീഡിയോ വൈറലാക്കുകയും ചെയ്തു. സോറി ഒരു ചെറിയ പ്ലീസ് ഈ പ്ലീസ്. എന്തോന്നാ അറിയുന്നത്? ഇയാളുടെ മോനാണോ പിച്ചക്കാരൻ?